വെറും 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാവുന്ന നല്ല നാടൻ ക്രിസ്പി മുറുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് കളി കാണുമ്പോഴൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇത്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 4 സ്പൂണൊക്കെ അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഞാനൊന്ന് കഴുകി എടുത്തേക്കുവാണ്. കഴുകി ഒന്ന് നമ്മൾ വെള്ളം മാറ്റി ഒന്ന് എടുത്തേക്കുന്നതാണ്. അതുപോലെ തന്നെ വേണ്ടത് കടലപ്പരിപ്പാണ് വേണ്ടത്. കടലപ്പരിപ്പ് ഒരു 2 സ്പൂണൊക്കെ മതിയാകും. നമ്മൾ എടുക്കുന്ന ഒരു റൈസ് പൗഡറിനൊക്കെ കണക്കാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ റൈസ് പൗഡർ എടുത്തേക്കുന്നത് 1 കപ്പാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ബൗൾ കണക്കിനാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് വറുക്കണം. ഈ ഉഴുന്നൊന്ന് കഴുകി എടുത്തേക്കുന്നത് കൊണ്ട് ഒരു വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട്. നമുക്ക് ആദ്യം ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം കടലപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഉഴുന്നൊന്ന് ഫസ്റ്റ് നമ്മൾ അന്ന് ഇടുമ്പോഴത്തേക്കിന് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാനിലൊന്ന് ഒട്ടിപ്പിടിക്കും. ഒട്ടിപ്പിടിപ്പ് അന്ന് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അങ്ങനെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, എന്നാട്ട് ഒത്തിരി മൂക്കാതെ ഇരിക്കരുത്. നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുറുക്കിന് ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു മൂപ്പിൽ നമ്മൾ എടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തേക്കുന്നതാണ്. നല്ല രീതിയിൽ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടണം. നമുക്ക് എന്നിട്ടതൊന്ന് ഇടഞ്ഞെടുക്കണം. ആ ഒരു കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ ഞാനതൊന്ന് ഇടഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഈ മുറുക്ക്. അങ്ങനെ ഇടഞ്ഞു കട്ടയില്ലാത്ത രീതിയിൽ ഞാൻ ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് പത്തിരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ പത്തിരിപ്പൊടി എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യുക. ഉഴുന്ന് പൊടിയും പിന്നെ അതുപോലെ തന്നെ റൈസ് പൗഡർ എല്ലാം കൂടെ ഇതേ രീതിയിൽ നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് ചേർത്ത് കൊടുക്കുന്നത് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷമായിരിക്കും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാവ് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പേ മാറ്റി വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് അയച്ചെടുക്കണം നമ്മൾ. അതുമല്ല മുറുക്കിന് നമ്മൾ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ആ ഒരു പൊട്ടിപ്പോകും, ചിലപ്പോൾ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മാവ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അഥവാ കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നെങ്കിൽ മാവ് ചേർത്ത് കൊടുക്കുക. അതാണ് വെള്ളം ചേർത്ത് കൊടുക്കാം. അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മാവ് നമ്മളിത് എടുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവൊന്ന് കുഴച്ചെടുക്കാൻ. നമുക്ക് കുഴയ്ക്കുമ്പോൾ മനസ്സിലാകും ആ ഒരു സോഫ്റ്റിൽ തന്നെ വേണം നമ്മൾ മാവ്. ഒത്തിരി വെള്ളമായി പോകരുത്. ഒത്തിരി ഒന്ന് അയഞ്ഞ് വെള്ളത്തിലായി കഴിഞ്ഞാൽ മുറുക്ക് എണ്ണ കുടിക്കും. നല്ല രീതിയിൽ തന്നെ എണ്ണ കുടിക്കും.
ഇതാ ഈ ഒരു അച്ചിലാണ് നമുക്ക് മുറുക്കിനുള്ള അച്ചാണത്. ഈ ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതാ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാവ് ഇതിൻ്റെ അകത്തേക്ക് ആക്കി വെച്ച് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുറുക്കിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതേ ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളൊന്ന് ചുറ്റിയെടുക്കുക. പൊട്ടിപ്പോത്തൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മുറുക്കിൻ്റെ ഷേപ്പിൽ കിട്ടും. കണ്ട, അങ്ങനെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കുറേ ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കുറേ ദിവസം നല്ല രീതിയിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഈ മുറുക്ക്. അതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈ ഒരു മുറുക്ക്. ഈ രീതിയിൽ നമുക്ക് പൊട്ടിപ്പോത്തൊന്നുമില്ല, ഈ രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ മുറുക്കിനെ നമ്മൾ മാവൊന്ന് അയച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് അയച്ചെടുത്താൽ മതി. ആ വെള്ളത്തിൻ്റെ ഒരു കറക്റ്റ് രീതിയിൽ അയച്ചെടുക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പം തന്നെ അതൊന്ന് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ പീച്ചെടുക്കുമ്പോൾ അത് ആ ഒരു ഷേപ്പിൽ കിട്ടാതെ വരികയൊക്കെ ചെയ്യും. ഇപ്പം ഞാനൊരു 5 എണ്ണം ഒരു മുറുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. പൊട്ടിപ്പോത്തൊന്നുമില്ല. എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതും നമ്മൾ ഈ മുറുക്ക് വെക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ ഒരു മുറുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളും വേവത്തില്ല. ഈ ഒരു നമ്മൾ മുറുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പതഞ്ഞ് വരും. ഈ ഒരു പതഞ്ഞ് വന്നിട്ട് ആ ഒരു സൈഡ് വെന്തെന്നുള്ളത് ഈ പതയങ്ങ് തന്നെ ഈ എണ്ണയിൽ ഇനിയിപ്പം ഈ ഒരു തിളപ്പങ്ങ് നിൽക്കുന്നത് ഒരു സൈഡ് തിരിച്ചിടാൻ സമയമാകുമ്പോൾ തന്നെ എണ്ണയുടെ ഒരു പതഞ്ഞ് വരുന്നത് അങ്ങ് നിൽക്കുന്ന ഈ രീതിയിലാകും. പിന്നെ നമുക്ക് എന്നിട്ട് മുറുക്ക് ഇതേ രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കണം. മുറുക്ക് അതുപോലെ തന്നെ കുറേ നേരം നമ്മൾ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് കുറേ നേരം വരെ എണ്ണയിലിട്ട് അങ്ങനെ അങ്ങ് മൂപ്പിച്ചെടുക്കരുത്. ഇത് തണുത്ത് കഴിയുമ്പോൾ മുറുക്ക് നമ്മൾ കോരുന്നതിൽ വേറൊരു കളറിൽ ഒന്നും കൂടെ ഒന്ന് കളറാകുകയും ചെയ്യും, ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആകുകയും ചെയ്യും മുറുക്ക്. നമ്മളിപ്പം എണ്ണയിൽ നിന്ന് കോരുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ കോരി മാറ്റേണ്ടത്. ഇനി ഇത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ തന്നെ ഇനിയും നമുക്കിതിൽ മുറുക്ക് ഒന്നും കൂടെ ഒന്ന് മുരിയുകയും ചെയ്യും, ഇതിൽ കൂടെ കളർ വരികയും ചെയ്യും. ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മുറുക്ക്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇങ്ങനെ എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതും കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. ഓരോ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ കുറേ ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് അവർക്ക് കൊടുക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് ഈ മുറുക്ക്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മുറുക്കിൽ എള്ളായിരിക്കും ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടത്തിൽ ചെറിയ ജീരകം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. ചില സ്ഥലങ്ങളിലൊക്കെ എള്ളായിരിക്കും ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അങ്ങനെയും ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ മുറുക്ക് ലാസ്റ്റ് എന്തോലും ഞാൻ ഒന്ന് പീച്ചി ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മുറുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഈ മുറുക്ക്. അപ്പം നമ്മുടെ നാടൻ മൊരിഞ്ഞ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.